എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയുടെ തന്നെ ആദിമ ചരിത്രം ഇറങ്ങുന്ന കൽഗുർലിയുടെ മണ്ണിൽ നിന്നും നൈഡോക്ക് വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നൈഡോക്ക് ആഴ്ച എന്നത് ഓസ്ട്രേലിയയിൽ അബോറിജിനൽ ജനങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഓർമ്മപ്പെടുത്തുന്ന ആഘോഷങ്ങളുടെ സമയമാണ്. സമൂഹം അവരുടെ അവകാശങ്ങൾ, സംഭാവനകൾ, ബന്ധങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും ആദരിക്കാനുമുള്ള അവസരമായി ഇതിനെ കാണുന്നു. ഓരോ വർഷവും ഒരു പ്രത്യേക വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഓരോ നൈഡോക്ക് ആഴ്ചയും ആഘോഷിക്കപ്പെടുന്നത്. അടുത്ത തലമുറ, കരുത്ത്, ദർശനം, പൈതൃകം ഇതായിരുന്നു ഈ വർഷത്തെ വിഷയം. അബോറിജിനൽ സംഗീതവും കലാപ്രദർശനങ്ങളും ആഘോഷത്തിൻ്റെ സൗന്ദര്യാനുഭവം ഇരട്ടിയാക്കി. സംഗീതത്തിൻ്റെ താളങ്ങളിലും ചിത്രകലകളുടെ വരയിലും അവരുടെ സംസ്കാരത്തിൻ്റെ അനന്തത പ്രകടമായിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അത് ഒത്തുചേർന്ന് വിവിധ സാംസ്കാരിക ചടങ്ങുകളാൽ നിറഞ്ഞ ഒരു മൈതാനിയിലായിരുന്നു. ചൂട് വിഭവങ്ങൾ വിളമ്പുന്ന കഫേകൾ, കുട്ടികൾ ആസ്വദിച്ച മുഖചിത്ര പെയിൻറ്റിംഗ്, അബോറിജിനൽ കലയുടെ മനോഹര പ്രകടനങ്ങൾ, കൈത്തൊഴിലുകളുടെ പ്രദർശനങ്ങൾ, പരമ്പരാഗത ഭക്ഷണങ്ങളുടെയും സംഭാഷണങ്ങളുടെയും സംഗീതഭരിതമായ അന്തരീക്ഷം. ഒരേ സമയം കുടുംബങ്ങൾക്കും യുവാക്കൾക്കും പ്രായഭേദമന്യേ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വേദിയായി അക്ഷരാർത്ഥത്തിൽ അത് മാറിയിരുന്നു. ഫേസ് പെയിൻറ്റിംഗ് സ്റ്റാളുകൾ ഓരോ നിമിഷവും കുട്ടികളാൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ട് സ്ത്രീകൾ ആകർഷക വേഷത്തിൽ, ശരിക്കും കുട്ടിക്കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന മാലാഖമാരെ പോലെ, പെൺകുട്ടികളുടെ കയ്യിലും മുഖത്തും സ്വപ്നങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടം പോലും വിഷമമില്ലാതെ അവരുടെ സഹനപൂർണമായ നിഗൂഢ നിറങ്ങൾ കുട്ടികളുടെ ഹൃദയത്തിൽ പടർന്നുപോയി. കുട്ടികൾ തങ്ങളുടെ ചിന്തകളെയും കാഴ്ചകളെയും നിറങ്ങളിൽ രൂപപ്പെടുത്താൻ കാത്തു നിന്നപ്പോൾ അവർക്കായി നിലകൊണ്ടിരുന്ന ആ സ്ത്രീകൾ തന്നെയായിരുന്നു അവരുടെ ചെറിയ സ്വപ്നങ്ങളിലെ നിറങ്ങളായി മാറി. മൈതാനത്തിൻ്റെ മറ്റൊരു വശത്ത് കുട്ടികൾ ആവേശത്തോടെ ഓടിയും ചാടിയും ചിരിച്ചും ഓസ്ട്രേലിയൻ റൂൾസ് ഫുട്ബോൾ കളിയിലേർപ്പെട്ടു. പന്ത് കൈമാറ്റങ്ങളിലൂടെയും കൂട്ടായ്മയുടെ ആത്മാവിലൂടെയും അവർ ആഘോഷത്തിന് താളം പിടിച്ചുകൊണ്ടേയിരുന്നു. റാപ്പ് സംഗീതത്തിൻ്റെ അലയൊളികൾ എങ്ങും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മണ്ണിനോട് ബന്ധിച്ച ജീവപര്യന്തം സഹിച്ച ഒരു ജനതയുടെ ആത്മാവിൻ്റെ ഉച്ചാരണം. അബോറിജിനൽ ജനതയെ മൗനമാക്കാൻ ശ്രമിച്ച ചരിത്രത്തിൻ്റെ ഇരുണ്ട അധ്യായങ്ങൾക്ക് മേലുള്ള പ്രതികരണങ്ങളായിരുന്നു ഓരോ വരികളും. നൈഡോക്ക് ആഘോഷങ്ങളുടെ ഹൃദയസ്പന്ദനമായി മാറിയത് മാക്കു നൃത്ത സംഘങ്ങളുടെ പ്രകടനങ്ങളായിരുന്നു.
സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ വേഷങ്ങളിലായിരുന്നു നർത്തകർ ഓരോരുത്തരും അണിനിരന്നിരുന്നത്. മുഖചിത്രങ്ങൾ, ദേശസാംസ്കാരിക അലങ്കാരങ്ങൾ എന്നിവയോട് സജ്ജരായിരുന്ന ഈ നർത്തകർ വേദിയിൽ ചുവട് വെച്ച നിമിഷം മുതൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അവരുടെ ഓരോ ചുവടിലും, ഓരോ നൃത്ത ചുവടുകളിലും, കണ്ണിലെ നീരസങ്ങളിലും ഒരു കഥ പറയപ്പെടുകയായിരുന്നു. പൈതൃകത്തിൻ്റെ, തുളച്ചുപോയ വേദനകളുടെ, അതിലൂടെ അവർ ഉയർത്തെഴുന്നേറ്റ ആ അതിജീവനത്തിൻ്റെ കഥ. ഒടുവിൽ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുമ്പോൾ
ഓരോ മുഖത്തും അഭിമാനത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. എപ്രകാരം പാരമ്പര്യത്തിൻ്റെ താളങ്ങൾ മനസ്സിൽ മുഴങ്ങി കേൾക്കുന്നുവോ അതുപോലെ കൂട്ടായ്മയുടെ നിസ്സംഗമായ ആ ചെറുത്തുനിൽപ്പിൻ്റെ ഓർമ്മകൾ അവരുടെ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ടേയിരുന്നു. നൈഡോ കാഴ്ചയുടെ ഈ ആഘോഷങ്ങൾ ഒരു ഓർമ്മയായി മാത്രമല്ല, തലമുറകളെ പ്രചോദിപ്പിക്കുന്ന പൈതൃകമായി നിലനിൽക്കേണ്ടത് കൂടിയാണ്.